ഞാൻ പറയട്ടെ, മരത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല, ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതെ, തീർച്ചയായും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മുന്നേ, അതായത് നിങ്ങളുടെ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്ന മരമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സീസൺ ചെയ്ത് ഇത്ര വർഷം വെട്ടി വെളിയിലിട്ട് അത് എയർ സീസണും കഴിഞ്ഞ് അതുപോലെ തന്നെ വാട്ടർ സീസണും കഴിഞ്ഞിട്ട് വരുന്ന മരമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാതലുള്ള മരങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു, ശരിയല്ലേ? പക്ഷെ അതിനുശേഷം നമുക്ക് ഇപ്പൊ കിട്ടുന്ന മരങ്ങളുടെ അവസ്ഥ എന്താ? അത്രയും മരങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇനി മരങ്ങളുടെ ക്വാളിറ്റി അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വാളിറ്റിയുള്ള മരം കിട്ടും. ഇപ്പൊ കൂപ്പ് തേക്ക്, നിലമ്പൂർ, നിങ്ങൾ എവിടുന്നാ? തൊട്ടടുത്താ നിലമ്പൂർ അല്ലെ? എന്നാ ദൂരമുണ്ട്. അവിടെ നമുക്ക് കൂപ്പ് തേക്ക് എടുക്കാന്ന് വെക്കാം. ഒരു തേക്കിന് എനിക്ക് തോന്നുന്നു നോർമലി പ്ലെയിനിങ് ഒന്നും ചെയ്യാതെ 2,000-2,500 രൂപ കുബിക്കടിക്ക് വരുന്ന പ്രൊഡക്റ്റ് നമ്മളൊരു ഡോറിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 27,000 രൂപ എന്ന് കരുതുക. അത് സ്റ്റെയിൻ ചെയ്ത് പ്ലെയിൻ ചെയ്ത് പണിക്കാശുമായി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും 1 lakh rupees അടുത്താണ്, അല്ലെ അതിന്റെ മുകളിലാണ്. സൈസ് വ്യത്യാസത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുവേ. ഞാൻ പറയുന്നത് 1.10 സൈസിന്റെ. ഇനി 1.20, അതായത് നമ്മളുടെ മദർ ആൻഡ് സൺ എന്നൊക്കെ പറയുന്ന 120 സെന്റിമീറ്റർ വിട്ടുള്ള 210 സെന്റിമീറ്റർ സൈസുള്ള ഡോറുണ്ട്. അതിലോട്ടൊക്കെ വരുമ്പോൾ ഒന്നിന് മേളിൽ പോയി 7 അടി ഹൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു തേക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി തേക്ക് മാറ്റി നമ്മൾ സാധാരണ മെയിൻ ഡോർ തേക്ക് തന്നെയാണ് ചെയ്യല്. ബാക്കിയുള്ള എന്തായാലും മെയിൻ ഡോർ തേക്കാം. വേണ്ട, ഇനിയിപ്പോ മെയിൻ ഡോർ തേക്ക് ഒന്ന് ഒഴിവാക്കി നമ്മൾ അടുത്ത പ്രൊഡക്റ്റിലോട്ട് വന്നു. ഇനിയിപ്പോ ആഞ്ഞിലിയിലേക്കോ പ്ലാവിന്റെ കട്ടള വെച്ച് ആഞ്ഞിലേക്ക് വന്നാൽ പോലും നമുക്ക് 70-80 രൂപ അതിന് കോസ്റ്റാണ്. പക്ഷെ അവിടെയാണ് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ വുഡൻ ഡോറിലുള്ള ക്വാളിറ്റി പ്രശ്നം, വളയുന്ന പ്രശ്നം, അതിന് നമുക്ക് ഈ പറഞ്ഞ സ്റ്റീൽ ഡോറിനില്ല. ഇനി അത് കൂടാതെ വുഡൻ ഡോറിൽ വരുന്ന റാപ്പിങ് നാളെ കുത്തിപ്പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ ഇല്ല. ആജീവനാന്ത ഈടുനിൽക്കും. യാതൊരു പ്രശ്നങ്ങളും അഫക്റ്റഡ് ആവാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റീൽ ഡോർ. വളയുവോ? പ്രതീക്ഷിക്കണ്ട. കുത്തിപ്പോവോ? പേടിക്കണ്ട. ഇനി പലരും ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇത് ഇടിമിന്നൽ ഏക്കുമെന്ന. ഇതിന് ഇടിമിന്നൽ ഡയറക്റ്റ് ഏക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഇതിനില്ല. അബ്സോർബ് ചെയ്യത്തില്ലെന്നാ പറഞ്ഞത്. ഇടിമിന്നല് ഇത് ഇപ്പൊ ഞാൻ ഇത് ഏറ്റോളാന്ന് പറഞ്ഞ് ഇത് ഏക്കത്തില്ല. ഇടിമിന്നല് ഏത് വീടിനെയും തകർക്കുവേ, അത് സംശയമില്ല. അത് നമ്മൾ ഇടിമിന്നൽ രക്ഷാജാലകം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാന്നുള്ളല്ലോ. അല്ലാതെ ഒരു തരത്തിലും പ്രോബ്ലം വരാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഏത് സ്റ്റീൽ ഡോർസ്. ഇവിടെ നമ്മൾ 90 സെന്റിമീറ്റർ തൊട്ട് അവൈലബിൾ ആണ്. 90 സെന്റിമീറ്റർ, 1 മീറ്റർ, 110, 120, 150, 180 വരെ തരാം. 180 വരെ തരാം. ഹൈറ്റ് നോക്കിയാൽ നോർമൽ ഹൈറ്റ് 195 എന്നുള്ള ഹൈറ്റ്, 210 എന്നുള്ള ഹൈറ്റ്. ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണോ? അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 4 മാസം സമയം തന്നാൽ ഈ ഇരിക്കുന്ന ഡിസൈൻ ഏതും ഒരു സിംഗിൾ ഡോർ ആണെങ്കിൽ പോലും 250 സെന്റിമീറ്റർ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഒരു വുഡൻ ഡോർ വരികയാണെങ്കിൽ അത് സംഭവം വന്ന് പണിത് ഈ സ്റ്റെയിനറും പോളിഷും ഇതൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് അത് നമ്മൾ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയായാലും കുടിയിരിക്കൽ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി കൂടെ പോണ സമയത്ത് സ്ക്രാച്ച്, ഇത് നിങ്ങളെല്ലാം കഴിഞ്ഞ് പെയിന്റ് ഫിനിഷ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അതപ്പോൾ ഡോർ അവിടെ എത്തുന്നല്ല പറയുന്നത്. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് ഫിറ്റ് ചെയ്യുക, അതായത് ടൈലിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് കോട്ട് പെയിന്റിങ് കഴിയുമ്പോഴാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുമ്പോഴേക്കും ഇത് ലുക്ക് വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളിപ്പോ കണ്ട ഇതൊരു പീകോക്ക് ഡിസൈൻ എന്നാ പറയുന്നത്. നമുക്ക് ഇവിടെ ഇതൊരു ലക്ഷറി ഡോറാ. നിങ്ങൾ അങ്ങോട്ട് ഈ ടൈപ്പ് ഒരു ഡോർ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അത്ര വലിയ വീട് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ചെയ്യുന്ന ഒരു വീടാണല്ലോ. സോ ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഫിംഗർ പ്രിന്റ് ആണ്. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ വിട്ടിലുള്ള 150 വിട്ടിലുള്ള പ്രൊഡക്റ്റ് ആണ്. 210 ആണ് ഹൈറ്റ് വരുന്നത്. ഇതിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് തുറന്നു. അകത്തുനിന്ന് ഇത് കാണാനും സാധിക്കും. വെളിയിൽ വരുന്ന ആളാണ് നമുക്ക് അകത്തുനിന്ന് വിസിബിൾ ആണ്. ഉള്ളിൽ സ്ക്രീൻ ഉണ്ട്. അതായത് വീഡിയോ ഡോർ ഫോൺ പോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണിത്. ഒരു വെളിയിൽ ഒരാളെ തുറക്കാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും എന്താ വെച്ചാൽ നമുക്ക് ഇത് തുറന്നിട്ടേ ഇവിടെ തന്നെ അടിപൊളി ഇവിടെ ഇരുന്നിട്ട് ആളെ കാണാം, സംസാരിക്കാം. ഇനിയിപ്പോ അത്യാവശ്യത്തിന് ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാറ്റും കിടക്കുമല്ലോ. പിന്നെ 75% നമുക്ക് ഇവിടെ തുറക്കാൻ പറ്റും. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ തുറക്കണ്ട, അവിടെ തന്നെ വെച്ച് ഇത് ആവശ്യമെങ്കിൽ തുറക്കാനും സാധിക്കും. ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഈ ലിവർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് തുറക്കാം. പിന്നെ മോനുക്ക പേഴ്സണലി എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ഡോറാണ് ഇത്. നമ്മള് അവിടെ കണ്ട ഒരു ഡിസൈൻ മദർ ആൻഡ് സൺ സീരീസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ച് മുന്നേ നമ്മൾ ഈ സൺ ഏരിയ കണ്ടത് ഇവിടെ ആയിരുന്നു. ഇത് ആ സൈഡിലോട്ട് വന്നു. നമ്മളിപ്പോ ഇതിന്റെ ക്വാളിറ്റി വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്കിപ്പോ നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് ഓഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, എന്ത് പ്രൊഡക്റ്റ് കൊടുത്തിട്ടും കാര്യമില്ല, ആ പ്രൊഡക്റ്റിന് വ്യക്തമായിട്ടുള്ള സർവീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും ഞങ്ങൾ ഇതിന് 5 വർഷം
5+1 1 വർഷം എക്സ്റ്റൻഡഡ് വാറന്റി അടക്കമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ പറയുന്ന ബോൾട്ട് ഉണ്ടല്ലോ, ഇതിനൊക്കെയാണ് എപ്പോഴും കംപ്ലൈന്റുകൾ ആൾക്കാർ പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ 6 ഇയേഴ്സ് നമ്മളിപ്പോ വാറന്റി കൊടുക്കുന്നത്. ഈ 7ാമത്തെ കൊല്ലം ഇത് പോകുന്നല്ല, ഇത് എപ്പോ പോയാലും ഞങ്ങളൊന്ന് സർവീസ് ചെയ്ത് ഞങ്ങളുടെ സർവീസ് 24/7. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും മുന്നോട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഇതുണ്ടാവും. ഇത് ബയോമെട്രിക് ആട്ടോ, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഇത് ബയോമെട്രിക് ആണ്. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം തുറന്ന്, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഡോർ കം വിൻഡോ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഡോറാണ്. 210 സെന്റിമീറ്റർ ഹൈറ്റ്, 180 സെന്റിമീറ്റർ, 6 അടി വിട്ടിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഏരിയ നമ്മൾ ഫുള്ള് തുറന്നില്ലേ, നമുക്കിനി ഇവിടെ ഫുൾ ഏരിയ തുറക്കണ്ട എങ്കിൽ ദാ ഇങ്ങനെയായിട്ടും തുറന്നിടാൻ പറ്റും. ഇത് സെപ്പറേറ്റും തുറക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഇതും തുറന്നിടാം. അതായത് ഒരു വലിയ വിശാലമായിട്ടുള്ള ഏരിയ നമുക്ക് വേണം, നമ്മുടെ ഡോറിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡോർ നമുക്ക് പിന്നെ ഇതിൽ കണ്ടിട്ടുള്ള വേറൊരു സവിശേഷത എന്താ വെച്ചാൽ, നമ്മളൊരു വുഡൻ ഡോർ പണിയാണെങ്കിൽ മാക്സിമം പോയാൽ 2 ലോക്ക്. പിന്നെ ഈ ലോക്ക് തന്നെ എങ്ങനെ ഇതിൽ പല ഭാഗത്തു നിന്നാണല്ലോ ഈ സാധനങ്ങൾ കയറുന്നത്. ഇതില് 14 ലോക്ക് തൊട്ട് 28 ലോക്ക് വരെ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഡോറില്ലേ, ഇതിന് നമുക്ക് 14 ലോക്ക് ഉണ്ട്. 14 ലോക്ക് ഉണ്ട്. നിങ്ങൾ ജോയിനറി ഡീറ്റെയിൽസ് ആയിട്ട് വന്നാൽ മതി. നമ്മൾ അവിടെ വന്ന് അളവ് എടുത്ത് സെറ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ വരുന്നുണ്ട്, 2ാമത്തെ പ്രാവശ്യം വരുന്നുണ്ടല്ലോ, അളവെടുത്ത് സെറ്റ് ചെയ്തിട്ട് ഇതിനനുസരിച്ചുള്ള സാധനം നമ്മുടെ കൊണ്ട് ഫിക്സ് ചെയ്ത് തരുക ചെയ്യുന്നത്. ഒരു പണിയില്ല, നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവരിക, ഫിക്സ് ചെയ്യുക, ഇത് മാത്രമല്ല. ഇത് ഇന്റീരിയർ ഡോർ, അതായത് ബെഡ്റൂം ബാത്റൂം ഡോറുകൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ്. സാധാ റൂമുകളിലേക്കൊക്കെ ഈ ഇത് ധാരാളം മതി. അല്ല, ഈ ബാത്റൂമിലേക്ക് എന്ന് പറയുമ്പോൾ ഇത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഇത് ബോട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് ഫുൾ ടൈം വെള്ളത്തിലാണ്. FRP ഡോറുകൾ, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകൾ എന്ന് പറയും. ഫൈബർ ഗ്ലാസ് ആണ് ഇതിന്റെ ഇന്റീരിയർ മെറ്റീരിയൽ. അതുകൊണ്ട് ഇത് നമുക്ക് ബാത്റൂമിൽ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം, എവിടെ വേണം. മൾട്ടി ലെയർ ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് കമ്പാരിറ്റീവ്ലി മറ്റ് ഡോറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 9,000 രൂപ തൊട്ട് 6,950 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു ബാത്റൂം ഡോറൊക്കെ ആണെന്ന്. ഇന്റീരിയർ ഡോറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കളറിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഒരു 9 to 11 രൂപയ്ക്കകത്ത് നമുക്ക് നിൽക്കും. കട്ടള അടക്കം വെച്ച് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മുടെ ബാക്കിയുള്ള അലൂമിനിയം വിൻഡോസ്, അലൂമിനിയം സിസ്റ്റം വിൻഡോസ് ഉണ്ട്. അലൂമിനിയത്തിന്റെ സീരീസ് പറഞ്ഞ സിസ്റ്റം വിൻഡോസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീൽ ഡോറിന്റെ വിലയെ കുറിച്ച് ഒന്ന് പറയും. ഇത് പലരും ചിന്തിക്കുന്നതേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ ആദ്യം തന്നെ കമ്പാരിസൺ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റീൽ ഡോർ 20,000 രൂപ തൊട്ട് കൊടുക്കാനുണ്ട്, 20,000 rupees തൊട്ട് കൊടുക്കാനുണ്ട്. ശരിക്കും നമ്മൾ മറ്റേ ആ ഒരു തേക്കിന്റെ ഡോറ് പറഞ്ഞതിന്റെ 1/5 റേറ്റ് വരുന്നു. ഈ 20,000 എന്ന് പറയുന്നത് നമ്മുടെ 90 സെന്റിമീറ്റർ വിട്ടുള്ള ഡോറിന്റെ റേറ്റാ പറഞ്ഞത്. 240 സെന്റിമീറ്റർ വലിപ്പമുള്ള ഡോറുകൾ, 180 വിട്ട് വലിപ്പമുള്ള ഡോറുകൾ, ഏതും നമുക്ക് ഏത് വുഡൻ പ്രൊഡക്റ്റ് എടുത്ത് അതിനെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അൺബീറ്റബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിലും ബെസ്റ്റ് സർവീസിൽ കൊടുക്കാൻ പറ്റും. സർവീസിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വന്നാലും നമുക്ക് മരത്തിനെ കാട്ടി ഏറ്റവും ലാഭകരവും അതേപോലെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഈ പറഞ്ഞ മാതിരി തന്നെ ഈ വളവ് തിരിവ് പരിപാടി അങ്ങനെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതിലൊക്കെ ഉപരി കാണാൻ മൊഞ്ച് എന്ന് പറഞ്ഞാൽ അടിച്ചാൻ പൊളിയാണ്.